24 ചെറുപ്പക്കാർ ഒരു ജോലിക്ക് അപേക്ഷിച്ചു. ഒരു പ്രശസ്തമായ ഫാസ്റ്റ് ഫുഡ് കമ്പനിയിലായിരുന്നു ആ തൊഴിലവസരം. അവർക്കാകെ ഉണ്ടായിരുന്നത് 23 ഒഴിവുകളാണ്. ഇന്റർവ്യൂവിന് ശേഷം ആ 23 പേർക്കും അവർ ജോലി നൽകി. ഒരൊറ്റ വ്യക്തിയെ മാത്രം അവർ നിരസിച്ചു. നിനക്ക് ഈ ജോലി ചെയ്യാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞ് അവർ അയാളെ തിരിച്ചയച്ചു. KFC എന്ന ലോക പ്രശസ്ത കമ്പനി അന്ന് ജോലി നൽകാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയ ആ മെലിഞ്ഞ ചെറുപ്പക്കാരൻ പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി മാറി. ഇത് വെറും ഒരു കെട്ടുകഥയല്ല. നിരാശയുടെയും പരാജയങ്ങളുടെയും പടുകുഴിയിൽ വീണുപോയിട്ടും തോൽവികളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റിയ ഒരു യഥാർത്ഥ മനുഷ്യന്റെ ജീവിതമാണ്. ആഗോള കൊമേഴ്സ് ഭീമനായ അലിബാബ എന്ന വമ്പൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ജാക്മ എന്ന ഇതിഹാസത്തിന്റെ വിസ്മയിപ്പിക്കുന്ന കഥ. കമ്പ്യൂട്ടർ കോഡിംഗ് അറിയില്ല, വലിയ ബിസിനസ് പശ്ചാത്തലമില്ല, കോടീശ്വരനായ അച്ഛനില്ല. എന്തിന് തന്റെ ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ ഒരു സാധാരണ ജോലി പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യാ കമ്പനികളിലൊന്ന് അദ്ദേഹം സ്വന്തമായി കെട്ടിപ്പടുത്തു. എങ്ങനെയാണ് തുടർച്ചയായ പരാജയങ്ങളിൽ നിന്നും ഒരു മനുഷ്യൻ ഇത്രയും വലിയൊരു വിജയം നേടിയത്? ഓരോ തവണ വീഴുമ്പോഴും എങ്ങനെയാണ് അദ്ദേഹം കൂടുതൽ കരുത്തോടെ എഴുന്നേറ്റത്? ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു മനുഷ്യന്റെ വിസ്മയിപ്പിക്കുന്ന യാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 1964 സെപ്റ്റംബർ 10 ചൈനയിലെ ഹാങ്ചൗ എന്ന നഗരത്തിലാണ് മായുൻ ജനിച്ചത്. ചൈന ലോകത്തിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ച് കിടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. തികച്ചും ദരിദ്രമായ ഒരു കുടുംബം. പരമ്പരാഗതമായ കലാരൂപങ്ങൾ അവതരിപ്പിച്ച് ഉപജീവനം കണ്ടെത്തിയിരുന്നവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ പട്ടിണിയും പരിവട്ടവും ആ കുടുംബത്തിന് പുത്തരിയല്ലായിരുന്നു. പഠനത്തിൽ മായുൻ ഒട്ടും മിടുക്കനായിരുന്നില്ല. ഗണിതശാസ്ത്രം അവനൊരു പേടിസ്വപ്നമായിരുന്നു. പ്രൈമറി സ്കൂൾ പരീക്ഷകളിൽ അവൻ 2 തവണ തോറ്റു. മിഡിൽ സ്കൂൾ പരീക്ഷകളിൽ 3 തവണ പരാജയപ്പെട്ടു. സ്കൂളിലെ ഏറ്റവും മോശം വിദ്യാർത്ഥികളിൽ ഒരാൾ. പക്ഷേ ആ കുട്ടിക്ക് ഒരു കാര്യത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു: ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക. ചൈനയെ പോലെ ഇംഗ്ലീഷ് തീരെ ഉപയോഗിക്കാത്ത ഒരു രാജ്യത്ത് അതൊരു വലിയ കടമ്പയായിരുന്നു. എന്നാൽ അതിനായി അവൻ കണ്ടെത്തിയ വഴി വളരെ വ്യത്യസ്തവും സാഹസികവുമായിരുന്നു. എല്ലാ ദിവസവും പുലർച്ചെ 5 മണിക്ക് അവൻ എഴുന്നേൽക്കും. തന്റെ പഴയ സൈക്കിളിൽ നഗരത്തിലെ പ്രധാന ഹോട്ടലായ ഹാങ്ചൗ ഇന്റർനാഷണൽ ഹോട്ടലിന് മുന്നിലേക്ക് 40 മിനിറ്റോളം യാത്ര ചെയ്യും. അവിടെ വരുന്ന വിദേശ സഞ്ചാരികൾക്ക് സൗജന്യമായി നഗരം ചുറ്റിക്കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. ഇതിന് പകരമായി അവൻ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്: നിങ്ങൾ എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കണം, എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരണം. മഴയായാലും വെയിലായാലും കടുത്ത മഞ്ഞായാലും തുടർച്ചയായി 9 വർഷം അവൻ ഈ ദിനചര്യ ആവർത്തിച്ചു. അവനിലെ ഇംഗ്ലീഷ് ഭാഷാ സ്നേഹം കണ്ട് അത്ഭുതപ്പെട്ട വിനോദസഞ്ചാരികളിൽ ഒരാളാണ് അവന് ജാക്ക് എന്ന പേര് നൽകിയത്. ചൈനീസ് പേര് ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു അത്. അവിടെ നിന്നാണ് മായുൻ എന്ന സാധാരണക്കാരൻ ജാക്മ ആയി മാറുന്നത്. ആ 9 വർഷം അദ്ദേഹത്തെ ഇംഗ്ലീഷ് മാത്രമല്ല പഠിപ്പിച്ചത്, പാശ്ചാത്യ ചിന്താരീതികളും ലോകത്തിന്റെ വിശാലതയും അദ്ദേഹം അതിലൂടെ മനസ്സിലാക്കി. ഒരുപക്ഷെ ലോകത്തിൽ ജാക്മായോളം നിരസിക്കപ്പെട്ട മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല. ഒരു വിജയകഥയ്ക്ക് പിന്നിൽ എത്രത്തോളം കണ്ണീരുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ യൗവനം സാക്ഷ്യപ്പെടുത്തുന്നു. ഹൈസ്കൂൾ പഠനത്തിന് ശേഷം കോളേജിൽ ചേരാൻ എൻട്രൻസ് പരീക്ഷ എഴുതിയപ്പോൾ തുടർച്ചയായി 3 തവണയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. കണക്കിലെ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയായിരുന്നു പ്രധാന വില്ലൻ. അവസാനം വളരെ കഷ്ടപ്പെട്ട് ഹാങ്ചൗ ടീച്ചേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വിധത്തിൽ പ്രവേശനം നേടി. പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്ന സമയം. എങ്ങനെയെങ്കിലും ഒരു ജോലി നേടി കുടുംബത്തെ സഹായിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പോലീസിൽ ചേരാൻ അപേക്ഷിച്ചപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും ജോലി ലഭിച്ചു. ജാക്മായോട് മാത്രം അധികാരികൾ പറഞ്ഞു: നിനക്ക് ഈ ജോലി ചെയ്യാൻ യാതൊരു യോഗ്യതയുമില്ല, നീ നല്ലൊരു വ്യക്തിയല്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ KFCയിലെ കഥയും നടന്നത് ഈ സമയത്താണ്. പോരാത്തതിന് ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലയായ ഹാർവർഡിൽ പഠിക്കാൻ 10 തവണയാണ് അദ്ദേഹം അപേക്ഷിച്ചത്. 10 തവണയും യാതൊരു ദയവുമില്ലാതെ അവർ അദ്ദേഹത്തെ നിരസിച്ചു. തുടർച്ചയായി 30 പ്രമുഖ ജോലികളിൽ നിന്നും നിരസിക്കപ്പെട്ട ശേഷം ഒടുവിൽ അദ്ദേഹത്തിന് ഒരു ജോലി ലഭിച്ചു. ലോക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായി. അന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ശമ്പളം എത്രയാണെന്ന് അറിയാമോ? മാസത്തിൽ വെറും $12. എന്നിട്ടും അദ്ദേഹം തളർന്നില്ല. താൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് എപ്പോഴും ഊർജ്ജസ്വലനായി അദ്ദേഹം സംസാരിച്ചു. തന്റെ ക്ലാസുകളെ അദ്ദേഹം ഒരു ആഘോഷമാക്കി മാറ്റി. 1995 ജാക്മായുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ച ഒരു സംഭവം നടന്നു. ഒരു പരിഭാഷകനായി അദ്ദേഹം അമേരിക്കയിലെ സിയാറ്റിൽ സന്ദർശിക്കാൻ ഇടവന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം ആദ്യമായി ഇന്റർനെറ്റ് എന്ന വിസ്മയം കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഇന്റർനെറ്റ് എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. അന്ന് കമ്പ്യൂട്ടറിൽ തൊടാൻ പോലും അദ്ദേഹത്തിന് ഭയമായിരുന്നു. കാരണം അത് കേടുവന്നാൽ നന്നാക്കാനുള്ള പണം തന്റെ കയ്യിലില്ല എന്ന് ജാക്മായ്ക്ക് അറിയാമായിരുന്നു. ആദ്യമായി ജാക്മ ഇന്റർനെറ്റിൽ തിരഞ്ഞ വാക്ക് ബിയർ എന്നായിരുന്നു. ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള ബിയറുകളുടെ വിവരങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. എന്നാൽ ചൈനയിൽ നിന്നുള്ള യാതൊരു വിവരവും അതിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം ചൈനയുടെ പൊതുവായ വിവരങ്ങൾ തിരഞ്ഞു. അപ്പോഴും യാതൊരു ഫലവുമില്ല. ലോകം മുഴുവൻ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ വലിയ വലയിൽ തന്റെ രാജ്യത്തിന്റെ പേര് പോലുമില്ല എന്നത് അദ്ദേഹത്തെ വല്ലാതെ ചിന്തിപ്പിച്ചു. ആ നിമിഷം ജാക്മായുടെ തലയിൽ ഒരു വലിയ ആശയം ഉദിച്ചു: ഇന്റർനെറ്റിൽ ചൈനയ്ക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കണം. ചൈനീസ് വ്യവസായങ്ങളെയും ഉൽപ്പന്നങ്ങളെയും ലോകത്തിന് മുന്നിൽ എത്തിക്കണം. ആ ആവേശത്തിൽ നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം
തന്റെ ഭാര്യയുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ചൈന പേജസ് എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങി. ചൈനീസ് കമ്പനികളുടെ വിവരങ്ങൾ ഇന്റർനെറ്റിൽ നൽകുന്ന ഒരു ഡയറക്ടറി ആയിരുന്നു അത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സർക്കാർ ടെലികോം കമ്പനികളുമായുള്ള മത്സരവും കാരണം ആ സംരംഭം അധികകാലം മുന്നോട്ട് പോയില്ല. ആദ്യത്തെ ആ ബിസിനസ് വലിയൊരു പരാജയമായി മാറി. 1999 വസന്തകാലം ജാക്മ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. തന്റെ ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹം തന്റെ 17 സുഹൃത്തുക്കളെയും വിദ്യാർത്ഥികളെയും വിളിച്ചു വരുത്തി. മണിക്കൂറുകളോളം അദ്ദേഹം തന്റെ സ്വപ്നത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചു. ഇന്റർനെറ്റ് ലോകത്തെയും ബിസിനസ്സെയും മാറ്റിമറിക്കാൻ പോവുകയാണെന്നും നമുക്കൊരുമിച്ച് ഒരു പുതിയ ഇ-കൊമേഴ്സ് കമ്പനി തുടങ്ങാമെന്നും അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും ദീർഘവീക്ഷണവും ആ 17 പേരും വിശ്വസിച്ചു. അവർ തങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യമെല്ലാം ചേർത്ത് $60,000 സ്വരൂപിച്ചു. അങ്ങനെ ആ ചെറിയ അപ്പാർട്ട്മെന്റിൽ വെച്ച് അലിബാബ ജനിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പേര് തിരഞ്ഞെടുത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അലിബാബയും 41 കള്ളന്മാരും എന്ന പ്രശസ്തമായ കഥയിലെ തുറക്കൂ സിസേം എന്ന മാന്ത്രിക വാക്ക് പോലെ ചൈനീസ് ചെറുകിട വ്യാപാരികൾക്കുള്ള വലിയ ലോക വിപണിയിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ലോകത്തിലെ ഏത് രാജ്യത്തുള്ളവർക്കും എളുപ്പത്തിൽ ഉച്ചരിക്കാനും ഓർമ്മിക്കാനും കഴിയുന്ന പേരുകൂടിയായിരുന്നു അത്. എന്നാൽ തുടക്കകാലം ഒട്ടും എളുപ്പമായിരുന്നില്ല. ആരും അവരെ വിശ്വസിച്ചില്ല. ആദ്യത്തെ 3 വർഷം ആലിബാബയ്ക്ക് യാതൊരു വരുമാനവും ഉണ്ടായിരുന്നില്ല. സിലിക്കൺ വാലിയിലെ നിക്ഷേപകരെ കാണാൻ പോയ ജാക്മായ്ക്ക് അവിടെ നിന്നും ലഭിച്ചത് നിരാശ മാത്രമാണ്. വൈകാതെ ലോകമെമ്പാടും .com ബബിൾ ബസ്റ്റ് സംഭവിച്ചു. ആലിബാബ പൂട്ടേണ്ട അവസ്ഥ വരെ എത്തി. കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം തീർന്നു തുടങ്ങി. എന്നാൽ ജാക്മ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. പ്രതിസന്ധികളിൽ തന്റെ ടീമിനെ ഒന്നിപ്പിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2000 ജാക്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്ന് സംഭവിച്ചു. ജാപ്പനീസ് സാങ്കേതിക ഭീമനായ സോഫ്റ്റ് ബാങ്കിന്റെ തലവൻ മസയോഷി സണ്ണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ജാക്മയുടെ കണ്ണുകളിലെ തീക്ഷ്ണതയും ആത്മവിശ്വാസവും കണ്ട മസയോഷി സൺ വെറും 5 മിനിറ്റ് കൊണ്ടാണ് ആലിബാബയിൽ $20 മില്യൺ നിക്ഷേപിക്കാൻ തീരുമാനിച്ചത്. അതോടെ ആലിബാബയുടെ തലവര മാറി. 2003 അമേരിക്കൻ ഇ-കൊമേഴ്സ് ഭീമനായ ഈബേ ചൈനീസ് വിപണി പിടിച്ചടക്കാൻ വന്നു. അലിബാബയ്ക്ക് അതൊരു വലിയ ഭീഷണിയായിരുന്നു. എന്നാൽ ജാക്മ അതിനെ നേരിട്ടത് തികച്ചും വ്യത്യസ്തമായ ഒരു തന്ത്രത്തിലൂടെയാണ്. അദ്ദേഹം ടാവോ ബോവോ എന്ന പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ഈബേ തങ്ങളുടെ വ്യാപാരികളിൽ നിന്നും ഫീസ് ഈടാക്കിയപ്പോൾ ടാവോ ബോവോ ആദ്യത്തെ 3 വർഷത്തേക്ക് വ്യാപാരികൾക്ക് പൂർണ്ണമായും സൗജന്യമായി സേവനം നൽകി. അന്ന് ജാക്മ പറഞ്ഞ ഒരു വാചകം ലോക പ്രശസ്തമാണ്. ഈബേ സമുദ്രത്തിലെ വലിയ സ്രാവാകാം, പക്ഷേ ഞാൻ യാങ്സി നദിയിലെ മുതലയാണ്. സമുദ്രത്തിൽ ഏറ്റുമുട്ടിയാൽ ഞാൻ തോൽക്കും, എന്നാൽ നദിയിൽ വെച്ചാണ് യുദ്ധമെങ്കിൽ വിജയം എനിക്കായിരിക്കും. അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു. പ്രാദേശിക വിപണിയെക്കുറിച്ചുള്ള അലിബാബയുടെ അറിവിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ ഈബേക്ക് ചൈനീസ് വിപണി വിട്ടുപോകേണ്ടി വന്നു. പിന്നീട് ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായി പണം കൈമാറാൻ അലിപേ എന്ന പേയ്മെന്റ് സംവിധാനം കൂടി വന്നതോടെ ആലിബാബ ചൈനയുടെ സിരകളിൽ പടർന്നു. ചെറുകിട വ്യവസായങ്ങൾ മുതൽ വലിയ ഫാക്ടറികൾ വരെ ആലിബാബയുടെ ശൃംഖലയിൽ കണ്ണികളായി. 2014 സെപ്റ്റംബർ 19 ലോക സാമ്പത്തിക ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ദിനം. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആലിബാബ തങ്ങളുടെ IPO നടത്തി. അമേരിക്കൻ നിക്ഷേപകർ അക്ഷരാർത്ഥത്തിൽ ആലിബാബയ്ക്കായി കാത്തു നിൽക്കുകയായിരുന്നു. $25 ബില്യൺ സമാഹരിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ IPO ആയി അത് മാറി. ഒരു കാലത്ത് മാസം വെറും $12 ശമ്പളം വാങ്ങിയിരുന്ന KFC ജോലിക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയ ആ പഴയ ഇംഗ്ലീഷ് അധ്യാപകൻ അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി മാറി. ജാക്മയുടെ ജീവിതം ഒരു സിനിമയെ വെല്ലുന്നതാണ്. അദ്ദേഹം ലോകത്തിന് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ്. ബുദ്ധിശക്തിയോ പാരമ്പര്യമായി ലഭിച്ച പണമോ അല്ല വിജയത്തിന്റെ അടിസ്ഥാനം, മറിച്ച് പരാജയങ്ങളിൽ തളരാതിരിക്കാനുള്ള അചഞ്ചലമായ മനസ്സാണ്. അദ്ദേഹം തന്റെ ചെറുപ്പക്കാരോട് എപ്പോഴും പറയുമായിരുന്നു, ഇന്ന് വളരെ ബുദ്ധിമുട്ടേറിയ ദിവസമാണ്, നാളെ ഒരുപക്ഷെ ഇതിലും മോശമായിരിക്കും, എങ്കിൽ മറ്റന്നാൾ തീർച്ചയായും മനോഹരമായ സൂര്യൻ ഉദിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ മിക്ക ആളുകളും നാളത്തെ രാത്രിയിൽ തന്നെ പിന്മാറും. അവർ മറ്റന്നാളിലെ സൂര്യനെ കാണില്ല. തന്റെ കഴിവുകേടുകളെ അദ്ദേഹം ഒരിക്കലും മറച്ചുവെച്ചില്ല. കമ്പ്യൂട്ടറിനെ കുറിച്ചോ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചോ തനിക്ക് കാര്യമായൊന്നും അറിയില്ലെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. എന്നാൽ തന്നേക്കാൾ കഴിവുള്ളവരെ കണ്ടെത്താനും അവരെ ഒപ്പം നിർത്താനും അവരെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു മികച്ച ലീഡർ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം. വർഷങ്ങൾക്ക് ശേഷം അലിബാബയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പടിയിറങ്ങി. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപനത്തിലേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും അദ്ദേഹം തിരികെ പോയി. ഇന്ന് അദ്ദേഹം കമ്പനിയുടെ തലപ്പത്തില്ലെങ്കിലും ജാക്മ എന്ന പേര് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സംരംഭകർക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ തളർന്നിരിക്കാൻ തോന്നുമ്പോൾ, KFCയിൽ നിന്നും ഹാർവാർഡിൽ നിന്നും മറ്റ് 30ഓളം സ്ഥാപനങ്ങളിൽ നിന്നും അപമാനിതനായി ഇറങ്ങിപ്പോകേണ്ടി വന്ന ആ മെലിഞ്ഞ ചെറുപ്പക്കാരനെ ഓർക്കുക. പരാജയങ്ങൾ അവസാനമല്ല, അത് വലിയൊരു വിജയത്തിലേക്കുള്ള തുടക്കം മാത്രമാണ്.